നമ്മുടെ മനോഹറിൻ്റെ എൻഗേജ്മെൻറ്റ് ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് 2 അതിഥികൾ എത്തുകയാണ്. ആരായിരിക്കും ആ 2 അതിഥികൾ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ? അത് പറയാനായിട്ട് എനിക്കും നല്ല ആകാംക്ഷയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മനോഹറിൻ്റെ എൻഗേജ്മെൻറ്റ് ചടങ്ങ് നടക്കാനായിട്ട് പോവുകയാണ്. അവിടെ അധികം ആരും ഇല്ല. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നിഷയുടെ അച്ഛനും അമ്മയും ഉണ്ട്, അതുപോലെ മനോഹറും നിഷയും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ അധികം ആരുമില്ല. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നിഷയുടെ അമ്മ പറയുകയാണ്, മോൻ്റെ ആഗ്രഹമല്ലേ ആരെയും വിളിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആരെയും വിളിക്കാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എൻഗേജ്മെൻറ്റ് ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയിട്ട് കല്യാണമല്ലേ നല്ല രീതിയിൽ നടത്തുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ്, അതൊക്കെ മതി, ഇപ്പോൾ ചടങ്ങിന് നമ്മളൊക്കെ മാത്രം മതി, ഇപ്പോൾ തന്നെ എൻ്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ ഡാഡിയും മമ്മി അമേരിക്കയിലല്ലേ, ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ ഭയങ്കര തിരക്കിലാണ്, അമേരിക്കയിൽ നിന്നും വേറൊരു രാജ്യത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെ അങ്ങ് ഒഴിവാക്കിയത്. എന്തായാലും കല്യാണത്തിന് എൻ്റെ ഡാഡിയും മമ്മിയും വരാതിരിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മനോഹർ. അപ്പോൾ ആ സമയത്തിന് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാറ് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിഷയുടെ അമ്മ പറയാണ്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, ആരാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിഷയുടെ അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് 2 വശത്തു നിന്നായിട്ട് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ മേഘനയും ഇറങ്ങി വരികയാണ്. ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നിഷയുടെ അമ്മയ്ക്ക് ഹാലിളകുകയാണ്. അവർക്ക് ആകെ ദേഷ്യം വരികയാണ്. അങ്ങനെ അവരടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേടി, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ മേഘനയോട്. അപ്പം മേഘന പറയണം, അമ്മേ, എൻ്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയ ചടങ്ങല്ലേ അവിടെ നടക്കുന്നത്, ഞാനതൊന്നും കണ്ടിട്ട് പൊയ്ക്കോളാം എന്നിങ്ങനെ പറയണം. നിനക്ക് ഏതനിയത്തിയാണ് ഉള്ളത്? നിനക്ക് ഒരു അനിയത്തി ഇല്ലല്ലോ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്, ഞങ്ങൾ ആരുമായിട്ട് നിനക്കൊരു സഹകരണവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ മേഘനയ്ക്ക് കരച്ചിൽ വരികയാണ്. മേഘന കരയാണ്. അപ്പം നമ്മുടെ കല്യാണി പറയണം, നിങ്ങൾ ഇവളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്, ഇവള് പിന്നെ എവിടെ പോവും, ഇവളുടെ അനിയത്തിയുടെ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ വന്നത്, അല്ലാതെ നിങ്ങളുടെ സ്വത്തും പണമൊന്നും അവൾക്ക് ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണിയോട് വളരെ ഉച്ചത്തിൽ തന്നെ സംസാരിക്കുകയാണ് നമ്മുടെ നിഷയുടെ അമ്മ. അവർ പറയുകയാണ്, നിങ്ങൾ പിന്നെ കൊച്ചല്ലേ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാമെന്നും പറഞ്ഞിട്ട് കൂടെ നിർത്തിയിരിക്കുന്നത്, എന്നിട്ട് എന്തിനാ കൊച്ചി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? കൊച്ചേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവക്ക് വേണ്ടിയിട്ട് വാദിക്കാനൊന്നും വന്നേക്കണ്ട, പെട്ടെന്ന് തന്നെ ഇവളെയും കൊണ്ട് ഇവിടുന്ന്, ഇവിടെ നിൽക്കേണ്ട നിങ്ങൾ 2 കൂട്ടരും എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ കല്യാണി പറയുകയാണ്, നമ്മുടെ നിഷയുടെ കണ്ണീരൊക്കെ കണ്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ സ്വത്തും പണവും മോഹിച്ചിട്ടൊന്നും അല്ല ഇവളിങ്ങോട്ട് വന്നത്, കണ്ടില്ലേ അവളുടെ കരച്ചിൽ കണ്ടില്ലേ, നിങ്ങൾ അവളുടെ മുഖത്തേക്ക് നോക്ക്, അവൾക്ക് നിങ്ങൾക്കാർക്ക് ഇവളെ വേണ്ടെങ്കിലും ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിഷയെ, അവളുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് ചടങ്ങ് ഒന്ന് അവൾ കണ്ടോട്ടെ, ഇവിടെ ആരും ഒന്നും കാണണ്ട, ഇവളുടെ ഈ കണ്ണുനീരിങ്ങനെ വീണാലുണ്ടല്ലോ എൻ്റെ കുഞ്ഞിനത് ശാപമായിട്ട് തീരെയുള്ളൂ, ഇവളുടെ പ്രാഗും ഇവളെ പുറമേ ഇങ്ങനെ കാണിക്കുമെങ്കിലും ഇവളെ മനസ്സുകൊണ്ട് ഇവൾ പ്രാഗുക ചെയ്യുന്നത്, അതൊന്നും ഇവിടെ ഉള്ളവർക്ക് ഫലിക്കേണ്ട, കൊണ്ടുപോയിക്കോ ഇവളെ, കൊച്ചു പോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി മേഘനയോട് പറയണം, മതി മേഘനെ, ഇനി നമുക്ക് ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, എന്നെങ്കിലും ഒരിക്കൽ ഇവർക്ക് എല്ലാം ബോധ്യമാവും, അതായത് പറയുന്നത് നമ്മുടെ മേഘനയുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് മേഘനയെ എന്നെങ്കിലും ഇവർ അംഗീകരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ കല്യാണി സംസാരിക്കുകയാണ്. അതിനുശേഷം മേഘനയും കൂട്ടിയിട്ട് കാറിൽ കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ കാറിലെ ഡോറ് തുറന്നിട്ട് കല്യാണി മേഘനയെ വണ്ടിക്കകത്തേക്ക് കയറ്റുകയാണ്. അതിനുശേഷം നിഷയുടെ അമ്മ ഇങ്ങനെ തുറച്ചൊരു നോട്ടം നോക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കല്യാണി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നിഷയുടെ അമ്മ അകത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ ചോദിക്കുകയാണ്, ആരാ അമ്മ അവിടെ വന്നിരുന്നത്, ആരായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, മോനെ, അത് ധർമ്മക്കാരാണ്, ഇവിടെ എപ്പോഴും ധർമ്മക്കാർ ഇറങ്ങിക്കിറക്കം തന്നെ ജോലി, പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മനോഹർ പറയണം, അതാണ് കാര്യം, ഇതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും ഇതുപോലെ ധർമ്മക്കാരൊക്കെ വരും, അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെക്ക് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് കൊടുത്തേക്കും, ചിലപ്പോൾ 1000 രൂപ 2000 രൂപയൊക്കെ അങ്ങ് എഴുതി കൊടുത്തേക്കും, അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളിലൊക്കെ ഇപ്പോൾ ആവശ്യത്തിലധികം കോടികളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് മനോഹർ. അതിനുശേഷം മനോഹർ പറയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം മോളൂനെ കൊണ്ട് എനിക്ക് അമേരിക്കയിലൊക്കെ ഒന്ന് പോകണം, അവിടെയൊക്കെയാണ് എൻ്റെ ഏറ്റവും കൂടിയ ബിസിനസ്സൊക്കെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ മനോഹർ ഭയങ്കരമായിട്ട് തട്ടി വിടുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, എന്തായാലും എൻഗേജ്മെൻറ്റിനുള്ള സമയമായിട്ടുണ്ട്, 2 ആളും അവിടെ പായയിലിരിക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹറും
അതുപോലെ തന്നെ നമ്മുടെ നിഷയും അവിടെ ഇരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനോഹറിൻ്റെ അമ്മയും മനോഹറിൻ്റെ അല്ല, നിഷയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് മനോഹർ കേൾക്കാതെ തന്നെ നമ്മുടെ നിഷയുടെ അമ്മയോട് ചോദിക്കുകയാണ്. നമ്മുടെ മേഘനയുടെ അച്ഛൻ പറയുകയാണ്, എന്തായാലും അവൾ ആഗ്രഹിച്ച് ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, എന്തായാലും അകത്തേക്ക് ക്ഷണിക്കായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നിഷയുടെ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു നോട്ടം അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, മോള് വന്നിട്ട് പോയപ്പോൾ മനസ്സിനൊരു ഇളക്കം കണ്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ ഇത്തിരി ഒന്ന് അലിഞ്ഞു തന്നപ്പോൾ കുഴപ്പമായോ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ സമയമായിരിക്കുകയാണ്. അപ്പോൾ മോതിരം ഇടാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അതേ സമയത്ത് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ശാരി ചോദിക്കണം, എന്താ മോളെ, എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം. ഒന്നുമില്ല അമ്മേ, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ മനുവേട്ടൻ പറഞ്ഞിരിക്കുന്നതേ, പിന്നെ മനുവേട്ടനാണെങ്കിൽ ഇപ്പോൾ ആകെ ബിസിയാണ്. മനുവേട്ടന് ഇപ്പോൾ എങ്ങ് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത ആ ഒരു തിരക്കിലാണ്. എന്തായാലും ഞാൻ മനുവേട്ടനോട് പറഞ്ഞത്, ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തിനാ ഇത്രയും സ്വത്തും കാര്യങ്ങളൊക്കെ. പിന്നെ മനുവേട്ടൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അമ്മയ്ക്ക്, പല രാജ്യങ്ങളിലും മനുവേട്ടന് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബിസിനസ് നിലനിർത്തിയിട്ട് ബാക്കി രാജ്യത്തെ ബിസിനസ് എല്ലാം കൂടി വെറ്റുപറക്കിയാലും നമ്മളെപ്പോലുള്ള ഒരു 10 തലമുറയ്ക്ക് എങ്ങനെ അടിച്ച് പൊളിച്ച് തീർത്താലും തീരാത്തത്ര പൈസ കയ്യിൽ വരുന്നതാണ് മനുവേട്ടൻ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ മനുവേട്ടനോട് പറയാൻ പോകുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തെ ജോലി മാത്രം മതി, ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം വിറ്റിട്ട് നമുക്ക് പൈസയായിട്ട് സൂക്ഷിക്കാമെന്ന് പറയാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശാരി പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട മോളെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്താലുണ്ടല്ലോ എൻ്റെ മോക്ക് അത്രയും വലിയ രാജകുമാരിയുടെ പദവിയിലൊന്നും ജീവിക്കാൻ പറ്റില്ല. പൈസ എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷേ എല്ലാ രാജ്യത്തും ബിസിനസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതിനൊരു അന്തസ്സ് തന്നെ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സരയു പറയുകയാണ്, എന്തായാലും എനിക്കിവിടെ നിൽക്കുന്നതിനോട് ഒരു താല്പര്യമില്ല അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയാണ്, മോള് മനുവിനോട് പറയണം, നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ, അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ ദുർമുഖം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. വേണ്ട, നമുക്കിനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് 2 പേർക്കും കൂടി അങ്ങ് അമേരിക്കയിൽ പോവാം മനുവിൻ്റെ കൂടെ. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത നിന്റെ അച്ഛനില്ലേ, അങ്ങേരെ കൊണ്ടുപോകണ്ട. ഇനി എന്തെങ്കിലും അങ്ങേരെ തലയുടെ വെളിവ് അങ്ങനെയൊക്കെ നേരെ വീണതിന് ശേഷമാണെങ്കിൽ പിന്നെ അങ്ങേരെ വേണമെങ്കിൽ അങ്ങോട്ട് കെട്ടിയെടുക്കാം. അതുവരെ തൽക്കാലം അങ്ങേരെ ഇവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശാരി പറയുകയാണ് നമ്മുടെ സരയുവിനോട്. അതേസമയം അവിടെ എൻഗേജ്മെൻറ്റ് ചടങ്ങ് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ മനോഹർ ഇങ്ങനെ മോതിരം എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നമ്മുടെ നിഷയോട് പറയണം, മോളു കൈ നീട്ട് മോളു എന്ന് പറയണേ. നിഷ ഇങ്ങനെ കൈ അങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ മോതിരം അണിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിഷയും തിരികെ മോതിരം അണിയിക്കുകയാണ്. അങ്ങനെ അവരുടെ എൻഗേജ്മെൻറ്റ് ചടങ്ങ് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഉണ്ടല്ലോ മനോഹർ മനസ്സിൽ വിചാരിക്കണം, എന്തായാലും പകുതി കല്യാണം കഴിഞ്ഞു, രക്ഷപ്പെട്ടു, ആരും അറിഞ്ഞില്ല. ഇനി അല്ലാതെ ഒറിജിനൽ കല്യാണം താലികെട്ടും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. എല്ലായിടത്തും എവിടെ ചെന്നാലും ഒരു 6 മാസത്തിൽ കൂടുതൽ ഞാൻ താമസിക്കുന്നതല്ല, പക്ഷേ ഇവിടെ മാത്രമാണ് ഞാൻ പെട്ടുപോയത്. എന്തായാലും സരയുവിനെ കളയാനായിട്ട് സമയമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിഷ ചോദിക്കണം, എന്താ മനസ്സിൽ വിചാരിച്ചത്? ഒന്നുമില്ല മോളു, ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മനോഹർ. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ദീപ ഇങ്ങനെ പോവുകയാണ്. ദീപ അതിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ സരയുവിനോട് പറയാണ്, മോളെ അമ്മയൊന്ന് പുറത്ത് പോയിട്ട് വരാം, എൻ്റെ മോൾ ഇവിടെ കഥ അടച്ചിട്ടിരുന്നോളണം കേട്ടോ. പിന്നെ അങ്ങേരെ അടുത്ത് പോകുമൊന്നും വേണ്ട, അങ്ങേർക്ക് ചിലപ്പോഴൊന്നും തലയ്ക്ക് വെളിവില്ലാതെ അങ്ങേരെ വല്ലതും വിളിച്ച് പറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ മോക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ എങ്ങോട്ടാണ് അമ്മ പോകുന്നത്? അതൊക്കെ ഇതാ ഇപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് പോകണമെന്ന് പോലും പറയാതെ നമ്മുടെ ദീപ പോവുകയാണ്. അങ്ങനെ ദീപ ഒരു കാറിലാണ് പോകുന്നത്. ഡ്രൈവർ വണ്ടി വിടുകയാണ്.
അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ദീപം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ താര ഇങ്ങനെ വരുന്നത് കാണുകയാണ്. താരയെ കാണുമ്പോൾ ഉടനെ നമ്മുടെ ദീപയല്ല, നമ്മുടെ ശാരി, പേര് മാറിപ്പോയതാണ്, ശാരി. അങ്ങനെ ശാരി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ താര വരുന്നത് കാണുകയാണ്. താരയെ കാണുമ്പോൾ ഉടനെ നമ്മുടെ ശാരി അസ്വസ്ഥയാവുകയാണ്. ഈശ്വര, ഇനി വീട്ടിലേക്ക് അങ്ങനെ ആണോ പോകുന്നത്? ഇനി എൻ്റെ മോളോട് എന്താ ഇവള് പറയുന്നത്? എൻ്റെ മോളെ ഇനി എന്ത് ചെയ്യും? എൻ്റെ മോളെ പിടിച്ചുകൊണ്ട് പോവോ എന്നൊക്കെയുള്ള ഒരുപാട് ആദി വരികയാണ് നമ്മുടെ ശാരിക്ക്. അപ്പോൾ തന്നെ ശാരി പറയുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ താര ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയണേ, എടാ ദേ ആ ഓട്ടോറിക്ഷയുടെ പുറകെ വിട്ടോ എന്നിങ്ങനെ പറയുകയാണ്. സ്പീഡിന് പോട്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ്, മാഡം സ്പീഡിന് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് സ്പീഡ്? എടാ, നിന്നെ കൊണ്ട് ഒരു സൈക്കിളിനെ ഓവർടേക്ക് ചെയ്യാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാടാ? ഒന്ന് സ്പീഡിന് പോടാ ചെറുക്ക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ പിന്നാലെ വച്ച് പിടിപ്പിക്കുകയാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോ എങ്ങോട്ട് പോകുന്നതെന്ന് നമ്മുടെ ശാരി കാണുന്നില്ല. അപ്പോൾ ശാരി പറയണം, ഇപ്പോൾ ആ ഓട്ടോറിക്ഷ കാണുന്നില്ലല്ലോ, അത് എങ്ങോട്ട് പോയി എന്നറിയാൻ വയ്യല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശാരി പറയണം, എന്തായാലും വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് നേരെ തിരികെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ നമ്മുടെ സരയി വന്നിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ശാരിയെ കാണുകയാണ്. സരയി ചോദിക്കണം, അമ്മ എന്താ ഇത്ര പെട്ടെന്ന് വന്നത്? അമ്മ ഇപ്പം ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. മോളെ, അമ്മ തിരികെ വന്നത് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലമ്മേ, ആരും വന്നിട്ടില്ല. ആരും വന്നില്ലേ? ഇല്ല. മോളെ, പിന്നീടേ ആ അയലത്ത് വീട്ടിലുണ്ടല്ലോ, ഇല്ല അവളില്ലേ, ആ മിണ്ടാത്തോള്, അവൾ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അവൾ ചിലപ്പം വന്നിട്ട് മോളുടെ അമ്മയാണെന്നൊക്കെ പറയും. മോൾ അതൊന്നും വിശ്വസിക്കരുത്. മോൾ അവളുടെ അടുത്തേക്ക് പോകണ്ട. മോളൊരു കാര്യം ചെയ്താൽ മതി, അമ്മ വരുമ്പോഴത്തേക്ക്, അമ്മയ്ക്ക് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അമ്മ വരുന്നത് വരെ മോൾ കഥ കടച്ചങ്ങി ഇരുന്നേരെ. ആര് വന്ന് ബെല്ലടിച്ചാലും മോൾ വാതിൽ തുറക്കണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ജനലിൽ കൂടെ നോക്കിയിട്ട് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വാതിൽ തുറന്നാൽ മതി. ചിലപ്പോൾ ആ താര എങ്ങനെയോ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് സരയി പറയണ, താരയോ? അവളിങ്ങ് വരട്ടെ, അവളെ ചെവിക്കൽ പുളക്കം ഞാൻ 2 കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇന്നാൾ കിട്ടിയതൊന്നും മതിയായിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സരയി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരി പറയണേ, വേണ്ട മോളെ, നീ തല്ലാനൊന്നും നിൽക്കേണ്ട, നീ എന്തായാലും വാതിൽ തുറക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയാണ്. വാതിൽ തുറന്നാലല്ലേ അവരകത്ത് കയറൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സരയി ചോദിക്കണം, എന്താ അമ്മയ്ക്ക് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു ഒരു ചൊടിയില്ലാത്തത് എന്താ? മുമ്പ് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവരുടെ കാര്യം പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ അരിശു വരുന്നല്ലോ. തല്ലി കൊല്ലാനുള്ള കലിയായിരുന്നല്ലോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം അമ്മ എന്താ പഞ്ഞിമിഠായി പോലെ അലിഞ്ഞല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ശാരി പറയണേ, ഇല്ല മോളെ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാണ്. അല്ല, ഇനി അവർ പറയുന്നത് പോലെ ഞാനിനി അവരുടെ മോൾ അങ്ങനെ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയുവിനോട് പറയണേ, എന്താ മോളെ നീ പറയുന്നത്? നീ എൻ്റെ മോളാണ്, നീ എൻ്റെ സ്വന്തം മോള് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശാരി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ സരയു വാതിലും കുറ്റിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് പോയിട്ട് പ്രകാശൻ ഒരു വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ കാർ ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ കാറ് നോക്കിയിട്ട് പ്രകാശൻ പറയണം, ആഹാ, മഞ്ഞ കാറ്, അപ്പോൾ ഞാൻ ഇനി തൊട്ട് ഈ കാറായിരിക്കും ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ നേരെ അകത്തേക്ക് കയറാനായിട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ വന്നൊരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പം നമ്മുടെ പ്രകാശൻ ചോദിക്കുകയാണ്, ആഹാ, ഇതാണോ ഇവിടുത്തെ മാഡം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, മാഡം ഞാനല്ല, മാഡം വേറെയാണ് എന്നിങ്ങനെ പറയണം. അല്ല, നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ ഡ്രൈവറായിട്ട് പുതിയതായിട്ട് വന്നതാണ്, പ്രകാശൻ. ഓ, അത് നിങ്ങളായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങളാരാണ്? ഞാനിവിടുത്തെ സെർവൻ്റാണ്. ഓ, അപ്പോൾ എന്നിട്ട് അവരങ്ങ് പോവാണ്. ഞാൻ മാഡത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. അപ്പോൾ പ്രകാശൻ പറയാണ്, വേലക്കാരിക്ക് ഇത്രയും ജാടേ, അപ്പോൾ പിന്നെ മോലാളിച്ചിയുടെ കാര്യം പറയണ്ട എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ നേരെ ചെന്നിട്ട് നമ്മുടെ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാർത്തിക ഒരുങ്ങാണ്, പുറത്തേക്ക് പോകാനായിട്ടൊക്കെ ഒരുങ്ങാണ്. അപ്പോൾ കാർത്തികയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, കുഞ്ഞേ, ദേ അയാൾ വന്നിട്ടുണ്ട്, ആ പ്രകാശൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക പറയണം, ആഹാ, അയാൾ വന്നോ? ഞാൻ കാണാനിരുന്ന ആളിലുള്ള ഒരു മുഖം എത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ ഈ യാത്ര ഇങ്ങനെ തുടരും. എൻ്റെ യാത്ര തുടരുന്നതിനാ വെച്ച് വീഴേണ്ടവർ വീഴും, ചാകേണ്ടവർ ചാകും എന്നൊക്കെ പറയണം. ഇനി ഒരു നീണ്ട യാത്ര തന്നെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ
താഴേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ കാർത്തിക താഴേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകാശം മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ്. നോക്കുമ്പോൾ കാർത്തികയെ കാണുമ്പോഴത്തേക്ക് വിചാരിക്കുകയാണ്, ഇവളാണോ, ഇതൊരു ചെറിയ കുട്ടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കാർത്തിക ഇറങ്ങി വന്നിട്ട് പറയണം, നിങ്ങളാണല്ലേ പ്രകാശൻ എന്ന് പറയുകയാണ്. അതെ, ഞാൻ തന്നെയാണ് പ്രകാശൻ. അപ്പോൾ റെഡി ആയിട്ട് തന്നെയാണോ വന്നിരിക്കുന്നത്? അതെ. പിന്നെ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലെങ്കിലേ ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണിത്. ഞങ്ങളുടെ സ്റ്റാഫുകൾക്കെല്ലാം ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നിങ്ങനെ പറയുകയാണ്. അല്ല, ഇപ്പോൾ കമ്പനിയിലേക്കല്ലേ പോകുന്നത്? അതൊക്കെ ഞാൻ പറയാം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അത് കമ്പനിയൊക്കെ ഒന്ന് കാണണ്ടേ? നിങ്ങളെന്തിനാണ് കമ്പനി കാണുന്നത്? നിങ്ങൾ എൻ്റെ വെറും സ്റ്റാഫ് മാത്രമാണ്, നിങ്ങൾ എൻ്റെ വെറും കാർ ഡ്രൈവർ മാത്രമാണ്. നിങ്ങൾ എൻ്റെ കമ്പനി കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് താക്കോൽ ഇങ്ങനെ പ്രകാശിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. താക്കോൽ കിട്ടുമ്പോൾ പ്രകാശൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വാങ്ങിക്കുകയാണ് താക്കോൽ. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുകയാണ്, ഇനി നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കണം, അതിലാണ് നിങ്ങളുടെ മിടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശൻ പറയുകയാണ്, ഞാൻ ഇതുവരെയും വണ്ടിയൊന്നും കൊണ്ടുവന്ന് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ പരമാവധി ഞാൻ നല്ല രീതിയിൽ തന്നെ നിൽക്കും എന്നിങ്ങനെ പറയുകയാണ്. നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തികയ്ക്ക് ബാക്കിലത്തെ ഡോർ തുറക്കാനായിട്ട് തുടങ്ങുമ്പോൾ കാർത്തിക പറയുകയാണ്, ഞാനങ്ങനെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളല്ല, എനിക്കെപ്പോഴും മുന്നിലിരുന്ന് യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പ്രകാശൻ പോയിട്ട് ഫ്രണ്ടിലത്തെ ഡോർ തുറന്നു കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ പ്രകാശനും കയറുകയാണ്. അതിനുശേഷം പ്രകാശൻ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പ്രകാശൻ കാർത്തികയോട് പറയാണ്, ആ കൈയൊന്ന് നീട്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് കയ്യിൽ ഇങ്ങനെ തൊട്ടൊന്ന് കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ. അപ്പോൾ കാർത്തിക പറയണ, അതെന്തിനാ, അതിൻ്റെ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കണം. അതിനുശേഷം കാർത്തിക പറയണ, അതെ, ആണുങ്ങളൊന്നും എൻ്റെ കൈ തൊടുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും വേണ്ട എന്ന് ഇങ്ങനെ പറയുകയാണ്. അറുത്ത് മുറിച്ച് കണക്ക് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശന് വല്ലാതെ തോന്നുകയാണ്, ഇൻസൾട്ടായിട്ട് തോന്നുകയാണ്. അങ്ങനെ അത്രയും കാണിച്ചിട്ട് നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. ഇതായിരുന്നു നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡാണ്. ഇന്നിപ്പോൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.